Hello my dear learners, welcome back to Summary Spot. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് F.R.Leavis ആണ്, ഇംഗ്ലീഷ് ലിറ്റററി ക്രിട്ടിക് F.R.Leavis. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിലെ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ F.R.Leavis നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So F.R.Leavis was an English literary critic of the early to mid 20th century. He taught for much of his career at Downing College, Cambridge and later at University of York. അപ്പം ഡൗണിങ് കോളേജ് കാംബ്രിഡ്ജിലും യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലിറ്റററി ക്രിട്ടിക്കാണ് F.R.Leavis. He lived in the year 1895 to 1978. Okay. F.R.Leavis belongs to the great tradition of English literary criticism, which can be traced from Dryden, Pope, Coleridge and മാത്യു ആർണോൾഡ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിന് ഒരു ഗ്രേറ്റ് ട്രഡീഷൻ ഉണ്ട്. അതിൽ ഗ്രേറ്റ് പേഴ്സൺസ് ആണ് ഡ്രൈഡൻ, പോപ്പ്, കോൾറിഡ്ജ്, മാത്യു ആർണോൾഡ് ഒക്കെ. അവരുടെ കൂടെ വരുന്ന ഒരാളാണ് F.R.Leavis. ഓക്കെ, ഹിസ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ വർക്ക്സ് ആർ റീവാലുവേഷൻ, ദ ഗ്രേറ്റ് ട്രഡീഷൻ, ദ കോമൺ പെർസ്യൂട്ട്. സോ എമംഗ് ദിസ് today we'll go through the great tradition. The great tradition എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. In the great tradition he explains about the concept of literature and criticism. He is always laying stress on the moral value of a work of literature. He believes that literature is a criticism of life and it has a great historical and moral responsibility to society. അപ്പം F.R.Leavis മോറൽ വാല്യൂവിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളായിരുന്നു. ഒരു ലിറ്ററേച്ചർ വർക്കിൻ്റെ മോറൽ വാല്യൂവിന് F.R.Leavis വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം ഓഫ് ലൈഫാണ്, ലൈഫിൻ്റെ ക്രിറ്റിസിസമാണ് ലിറ്ററേച്ചർ. ഇറ്റ് ഷുഡ് ഹാവ് മോറൽ വാല്യൂ, ഇറ്റ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു സൊസൈറ്റി. ലിറ്ററേച്ചറിന് സൊസൈറ്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെയാണ് F.R.Leavis പറയുന്നത്. Lewis believes that literature should be closely related to criticism of life. Our literature എന്ന് പറയുന്നത് it is related to criticism of life or it is criticism of life എന്ന് പറയുന്ന ആളാണ് F.R.Leavis. And that a literary critic therefore must assess works according to the authors and society's moral position. അപ്പോൾ ഒരു ലിറ്റററി ക്രിട്ടിക് എന്ത് ചെയ്യണം? ഒരു വർക്കിനെ അസസ് ചെയ്യേണ്ടത് ഓഥറിൻ്റെയും സൊസൈറ്റീൻ്റെയും ഒക്കെ മോറൽ പൊസിഷൻ വെച്ച് നോക്കിയിട്ടാണ്. ഓക്കെ, സോ ഇത് നമുക്ക് മനസ്സിലാക്കാം F.R.Leavis മോറൽ വാല്യൂവിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളായിരുന്നു അല്ലേ. അക്കോർഡിംഗ് ടു ഹിസ് കോൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ ഇസ് ദാറ്റ് ലിറ്ററേച്ചർ ഇസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ക്രിറ്റിസിസമാണ് ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റാണ് ലിറ്ററേച്ചറിനെ പറ്റി F.R.Leavis ഉള്ളത്. In the great tradition, he reassessed English fiction. അപ്പോൾ ഇംഗ്ലീഷ് ഫിക്ഷനെ പറ്റിയാണ് ദ ഗ്രേറ്റ് ട്രഡീഷനിൽ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1948. F.R.Leavis explains, he proclaiming Jane Austen, George Eliot, Henry James and Joseph Conrad as the great novelist of past. അപ്പം പണ്ടത്തെ ഗ്രേറ്റ് നോവലിസ്റ്റുകൾ ജെയിൻ ഓസ്റ്റന്, ജോർജ് എലിയറ്റ്, ഹെൻറി ജെയിംസ്, ജോസഫ് കൊൺറാഡ് ഒക്കെ ആണെന്നാണ് ദ ഗ്രേറ്റ് ട്രഡീഷനിൽ F.R.Leavis പറയുന്നത്. ആൻഡ് D.H. ലോറൻസ് ആസ് ദെയർ ഓൺലി സക്സസർ. അവർക്ക് ശേഷം വന്ന ഗ്രേറ്റ് നോവലിസ്റ്റുകളിൽ D.H. ലോറൻസ് മാത്രമാണ് ഗ്രേറ്റ് നോവലിസ്റ്റ് എന്നാണ്. അവരുടെ ഓൺലി സക്സസർ D.H. ലോറൻസ് ആണ് എന്നാണ് F.R.Leavis പറയുന്നത്. He put forward the idea of enactment, which is one of the key concepts of his criticism. അപ്പം ഇത് ഐഡിയ ഓഫ് ഇനാക്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഐഡിയ മുന്നോട്ട് വെച്ച ആളാണ് F.R.Leavis. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ കോൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഐഡിയ ഓഫ് ഇനാക്ട്മെൻറ്റ്. ഇനാക്ട്മെൻറ്റ് എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് ആക്ടിങ്ങിനാണ്, ആക്ട് ചെയ്യുന്നതിനാണ് ഇനാക്ട്മെൻറ്റ് എന്ന് പറയാം. സോ അക്കോർഡിംഗ് ടു ദിസ് ഐഡിയ ഓഫ് ഇനാക്ട്മെൻറ്റ്, a work of literature acts or demonstrates a moral sentiment rather than merely expressing it through words. അപ്പോൾ ഈ ഇനാക്ട്മെൻറ്റ് ഐഡിയ വെച്ച് നോക്കുമ്പം ഈ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ് ഒരു മോറൽ സെൻറ്റിമെൻറ്റ്സ്, അല്ലാതെ ജസ്റ്റ് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യല്ല എന്നാണ് ആര് പറയുന്നത്? F.R.Leavis പറയുന്നത്. സോ ഹിയർ ഓൾസോ ഹി ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു മോറൽ വാല്യൂസ്. ഓക്കെ, മോറൽ സെൻറ്റിമെൻറ്റ്സ് ലിറ്ററേച്ചറിലൂടെ ആക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എക്സ്പ്രസ്ഡ് ത്രൂ വേർഡ്സ്. ദാറ്റ് ഈസ് ഹിസ് ഐഡിയ ഓഫ് enactment. So these are the important things you have to note in F.R.Leavis.
the idea of enactment, then his important work, the great tradition. He gave importance to the moral value, and according to him, literature is the criticism of life. ആൻഡ് ഓക്കെ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പം F.R.Leavisൻ്റെ കാര്യം വരുമ്പം ഈ പോയിൻറ്റ്സ് ഒക്കെയാണ് മെമ്മറിയിൽ വരേണ്ടത്. ഇതൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, സോ I hope this video was useful for you. If this was useful, please do consider subscribing to this channel. So that's all. Thank you.